ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മൾ വിശേഷം എന്നുള്ള മലയാള സിനിമ നമ്മൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ സ്ക്രീൻ ടൂലാണ് സോഫ സീറ്റേ കിട്ടിയുള്ളൂ. മലയാള സിനിമയുടെ മാർക്കറ്റിംഗ് നോക്കി ഇന്ത്യ ടൂവിന് പോലും ഫസ്റ്റ് ഡേ ഇത്ര ആളുണ്ടായിരുന്നില്ല. ഓരോ സിനിമയുടെ കാസ്റ്റംഗറുമാണ് ഈ കാണാൻ കേട്ടോ. അതാണ് മറ്റ് ഗൈസ് മുട്ടം വിറ്റ് ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോഴേക്കും സോഫ മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ ഒരു മനുഷ്യനെ കാണാനില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നല്ല ആളുണ്ട്. നമ്മൾ വന്നപ്പോഴേക്കും നേരത്തെ വന്നുകൊണ്ടാണ്. വിശേഷം വിഷയപാഠമാണ്. സൂപ്പർ ഫീൽ ഗുഡ് പടം. ഇതിലെ നായകൻ തന്നെയാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആനന്ദ് മധുസൂദനൻ, ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോ. ഇതിനു മുന്നേ നിങ്ങൾ ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് നിങ്ങൾ ആലോചിക്കും. കേട്ടിട്ടുണ്ട്, എവിടെയാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി തരാം. പ്രേതം 1, 2, പുണ്യാളൻ, മറ്റേ ഞാൻ മേരിക്കുട്ടി, ഈ സിനിമകളുടെയൊക്കെ മ്യൂസിക് ഡയറക്ടറാണ്. പാവ എന്നുള്ള സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. അതിലൊരു ഭയങ്കര ഫേമസ് പാട്ടുണ്ട്. പാവ എന്നുള്ള സിനിമയുടെ നിങ്ങൾ സോങ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഏത് പാട്ടാന്ന് വെച്ചാൽ നിങ്ങൾ ഇത് ഈ സിനിമയിലെ പാട്ടാണോ, ഇത് ഇങ്ങനെ ചെയ്തതാണോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു പുള്ളി. കിടിലൻ സ്ക്രിപ്റ്റ്. ഇതൊക്കെ കൂടാതെ നമ്മുടെ തമാശ എന്നുള്ള സിനിമയിലൂടെ നമ്മൾ കണ്ടിരിക്കുന്ന ചിന്നു, ഒരു വേറെ റേഞ്ച് പെർഫോമൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിനിമ കഴിഞ്ഞ് ഞാൻ ഇവരും അടുത്ത് ചെന്ന് ഞാൻ ഇവരോട് എൻ്റെ ഫീലിംഗ് ഞാൻ എക്സ്പ്രസ് ചെയ്തു. എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന്. ചിന്നുവിനോട് ഞാൻ പറഞ്ഞത്, തമാശ എന്നുള്ള സിനിമ തന്നെ എനിക്ക് ഒടുക്കത്ത് ഇഷ്ടമുള്ള പടമാണ് വിനയ് ഫോർട്ടും ചിന്നുമായിട്ടുള്ളത്. നമ്മുടെ രാജ്ബി ഷെട്ടിയുടെ സിനിമയുടെ റീമേക്കാണ്. ഞാൻ എന്നിട്ട് ചിന്നോട് പറഞ്ഞത് അതിനുശേഷം അത്രയധികം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ആനന്ദ് ബ്രോയുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിച്ച് കാണുന്നതും മ്യൂസിക്കും അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു KP കുഞ്ഞിക്കണ്ണൻ, പുള്ളിയുടെ പേര് എനിക്ക് എപ്പോഴും തെറ്റും. KP കുഞ്ഞിക്കണ്ണനാണ് കുഞ്ഞികൃഷ്ണനാണെന്നുള്ള നമ്മുടെ എന്നാ താൻ കേസ് കൊടുക്കില്ലുള്ള ജഡ്ജായിട്ട് അഭിനയിച്ച നടൻ, നമ്മുടെ ഗുരുവായൂരമ്പല നടയിൽ ബേസിലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന നടൻ. പുള്ളിയുടെ പേര് എനിക്ക് എപ്പോഴും മാറിപ്പോവും. നമ്മുടെ ഒരു വാർത്തയിൽ വന്ന ഒരു പേര് തെറ്റൽ പോലെ ആവരുതെന്ന് വെച്ചിട്ടാണ് ഞാൻ 2 പേരും എടുത്ത് പറഞ്ഞത്. എന്തായാലും KP കുഞ്ഞിക്കണ്ണനാണോ കുഞ്ഞികൃഷ്ണനാണോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു റോളായിരുന്നു പുള്ളിയുടെ. ഇതിനകത്ത് ചിന്നുയുടെ ഫാദറായിട്ടുള്ള റോളായിരുന്നു. ഇതിനകത്ത് പുള്ളി നമ്മളെ ചിരിപ്പിക്കും, ചിന്തിപ്പിക്കും. നമ്മളിങ്ങനെ ഒരു സീനുണ്ട്, ഒരു സോഫയിൽ അച്ഛനും മകളും അപ്പുറപ്പുറം ഇരുന്നിട്ട് അടുത്തേക്ക് വന്നു. എൻ്റെ അമ്മ, അതെന്ത് ഫീലായിരുന്നു അറിയാമോ. ഈ സിനിമ ഇസ് എ നോ നോൺസെൻസ് മൂവി. വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു സാധനത്തെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് 2 സൈഡിൽ നിന്നും. വിശേഷം കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 മാസം, ചിലവരുടെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. നാട്ടിലുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വിശേഷം വല്ലതും ആയോ എന്നുള്ള ഇങ്ങനത്തെ ഒരു സാധനം. ആ വിശേഷമാണ് ഇവർ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ആ വിശേഷം ആയിട്ടുള്ള വിഷയത്തെ ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്ന രീതിയൊക്കെ ബ്രില്യൻറ്റ്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ്. എനിക്കും അനുഭവിക്കും എൻ്റെ വൈഫിനും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എൻ്റെ അടുത്ത് അങ്ങനെ അധികം ആൾക്കാർ വന്ന് ചോദിക്കില്ല. കാരണം ഞാൻ നല്ല ചുട്ട മറുപടി കൊടുക്കുന്ന ആളായതുകൊണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ ആൾക്കാർ വന്ന് അങ്ങനെ ചോദിക്കാറില്ല. എന്നെപ്പറ്റി ഒട്ടും അറിവില്ലാത്ത ഒരാളെ ചിലപ്പോൾ വന്ന് ചോദിച്ചെന്ന് വരുള്ളൂ. അല്ലാത്ത ആരും എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാറില്ല. പക്ഷെ അനുപ വളരെ കോഡിയലായിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് അനുപയുടെ അടുത്തൊക്കെ വന്നിട്ട് ആ ഓവർ ഫ്രീഡം എടുത്ത് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ. അപ്പോൾ അനുപയ്ക്കും ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല, ചിലവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിലെ ഏറ്റവും വലിയ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാക്കുക, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ പോകുന്ന കുറേ പഴയ ബസ് കയറി ഇങ്ങോട്ട് വരാത്ത കുറേ അമ്മായി ചിന്താഗതികളുള്ള ടീമുകളുണ്ട്. അങ്ങനെയുള്ളവരും ഈ സിനിമ പോയി കാണണം. കാരണം നിങ്ങൾ ഈ പറയുന്ന കോൺസെപ്റ്റ് അല്ലായിരിക്കും ആ കപ്പിളുടെ. ചിലപ്പോൾ കുട്ടികൾ വേണ്ട എന്നുള്ളത് ഒരു കപ്പിളുടെ ചോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവും.
പല കാര്യങ്ങളായിരിക്കാം. ഈവൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ആവാത്തവർക്ക് അവരുടെ ഉള്ളിൽ വേറെ കുറേ സ്ട്രഗിൾസ് ഉണ്ടാവുമായിരിക്കാം, ഫിസിക്കലി മെൻ്റലി ഒക്കെ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഭയങ്കര കാഷ്വലായിട്ട് ചോദിക്കുന്ന ഒരു സാധനം ചിലപ്പോൾ അവരെ എന്തൊക്കെയെങ്കിലും രീതി എഫക്റ്റ് ചെയ്തേക്കാം. ചിലരെ എഫക്റ്റ് ചെയ്യാതെയും പോകും, ചിലവർ മറ്റേ ഐ ഡോണ്ട് ഗിവ് എ ഷിറ്റ് ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പം എല്ലാ തരം കാര്യങ്ങളും ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അയ്യോ, അത് അത്ര ഇതിനകത്ത് പലതരം കപ്പിളിനെ കാണിക്കുന്നുണ്ട്. ഈ സ്റ്റോറി മൊത്തം ഒരു കപ്പിളിനെ സെൻറ്റർ ചെയ്ത് പോകുന്നതാണെങ്കിലും അതിനകത്ത് ചിന്നുടെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ്, മറ്റേ പുള്ളി ഒരു കർഷകനാണ്. അപ്പോൾ ഇതൊരു റിബല്യസ് പടമാണ്. ഇത് എടുത്തിരിക്കുന്നത് സട്ടിലായിട്ട് റിബല്യൻ കാണിച്ചുകൊണ്ടാണ്. അത് ഭയങ്കരമായിട്ട് ഫോഴ്സ് ഫീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ഭയങ്കരമായിട്ട് ഫെമിനിസം ഇൻവോക്ക് ചെയ്യാനോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഈ പടം കാണുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, ആ നടൻ തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നതുകൊണ്ടും അഭിനയിച്ചിരിക്കുന്നതുകൊണ്ട് അതിനോട് അന്യ രീതിയിൽ നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ ചിന്നുവിനെ പോലെ ഒരു ബ്രില്യൻ്റ് ആക്ട്രസ് ആയതുകൊണ്ട് അത്രയും സൂപ്പറായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ചെറിയ മൈന്യൂട്ട് അളിയൻ്റെ റോൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, അവരൊക്കെ നമ്മൾ മുൻ മലയാള സിനിമകളിൽ ഗുണ്ടകളായിട്ട് കണ്ടേക്കുന്നവരാണ്. ഇതിനകത്ത് അളിയൻ്റെ റോളൊക്കെ ആയിട്ട് സട്ടിലായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അൽതാഫ് സലീം, എൻ്റെ മോനെ, ഹീ ഈസ് ആൻ ആസെറ്റ് ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി. കാരണം ഒരു അടിപൊളി കോമിക്കൽ ക്യാരക്ടർ ചെയ്യുന്ന ആൾ ഇതിനകത്ത് ചില ഏരിയാസിൽ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നത്. അൽതാഫ് സൂപ്പർ. മന്ദാകിനിയിൽ എനിക്ക് അൽതാഫിനെ വളരെയധികം ഇഷ്ടപ്പെട്ടതാണ്. ഇതൊരു കംപ്ലീറ്റ് പാക്കേജാണ്. കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരും മുതിർന്നവരും എന്താണ് റിലേഷൻഷിപ്പിലുള്ളവരും ഒക്കെ കാണേണ്ട ഒരു സിനിമയായിട്ട് ഞാൻ പറയും. കാരണം ഇതിനകത്ത് കുറേ നല്ല കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, കുറേ പേരുടെ പെർസ്പെക്റ്റീവ്സ് കാണിക്കുന്നുണ്ട്. ഒരു കല്യാണത്തിന് കൂടുമ്പോഴേക്കും പലതരം കപ്പുകൾ, കുട്ടികളുള്ള ഒരു കപ്പിള്, കുട്ടികൾ വേണ്ട എന്ന് തീരുമാനമെടുത്ത ഒരു കപ്പിള്, കുട്ടികളാവാത്ത ഒരു കപ്പിള്, അങ്ങനത്തെ ഒരു കപ്പിൾസിൻ്റെ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട് അതിനകത്ത്. നമ്മുടെ കുമ്പളയും നൈറ്റ്സിലെ മറ്റേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ട്രാക്ക് മാറ്റി ചേർത്തെന്ന് നമ്മുടെ ഷെയ്ൻ പറയുമ്പോൾ കൂടെയുള്ള ഫ്രണ്ടല്ല, നമ്മുടെ താടി വെച്ച് മറ്റേ ഫ്രീക്ക് മച്ചാൻ, പുള്ളിയൊക്കെ ഇതിനകത്തുണ്ട്. പുള്ളി ഒരു എബ്രോഡുള്ള ഒരു ഫോറിനറിനെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു കപ്പിളായിട്ടാണ്. പുള്ളിയെ കൊണ്ടൊക്കെ പറയിപ്പിച്ചേക്കണ ഒരു ഡയലോഗ്, ആ പുള്ളിക്കാരൻ ആ പറയുന്ന ഡയലോഗ് ഡെലിവറി ഉൾപ്പെടെ ആ പറയുന്ന കാര്യം ഈസ് ലൈക്ക് സ്ട്രോങ് ആൻഡ് ടു ദ പോയിന്റ്. അത്ര കിടിലായിട്ടാണ് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിനത് കാണിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ്സും മാനിക്കണം. അല്ലാണ്ട് നമ്മുടെ നാട്ടുകടപ്പ് പണ്ടാരം പഴയ രീതിയിലുള്ള ആ ഒരു സാധനത്തിൽ തന്നെ ഈ കടിച്ചൂങ്ങി പിടിച്ചിരിക്കരുത് എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഗവൺമെൻറ് ജോലി വാങ്ങുക, കല്യാണം കഴിക്കുക, കുടുംബം പോറ്റി മറ്റേ അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് മരിച്ചു പോകുക എന്നുള്ള കോൺസെപ്റ്റിൽ ആളായിരിക്കും. അത് തന്നെ എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് ചിലപ്പോൾ കുട്ടികളെ വേണ്ടാന്നായിരിക്കും, അവർക്ക് ലോകം മൊത്തം ട്രാവൽ ചെയ്യണമെന്നായിരിക്കും, ചിലപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും. ചിലവർക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കുട്ടികൾ മതി എന്നുള്ളതായിരിക്കും. അങ്ങനെ പല കാര്യവും ആ ഒരു പ്രോസസ്സ് ചിലപ്പോൾ ചിലവരുടെ എല്ലാം നമ്മൾ വിചാരിക്കണ പോലെ നടക്കണമെന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. ഓരോരുത്തരും ഓരോ കപ്പിൾസ് അത് അവരുടെ മാത്രമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഡിസിഷൻ ആൻഡ് അവരുടെ മാത്രമായിട്ടുള്ള ഒരു സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിലേക്ക് ഇടിച്ച് കയറരുത്, ആ സ്വകാര്യത മാനിക്കണം. മറ്റുള്ളവർ അതിൽ കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ഈ സിനിമ അത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. കാരണം എൻ്റെ അടുത്ത് അത് ആരും ചെയ്തു വരാനുള്ള കാരണം ഞാൻ സ്ട്രോങ് ആയിട്ട് നോ എന്ന് പറഞ്ഞ് ഒപ്പോസ് ചെയ്യുന്ന ആളാണ്. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിങ്ങൾ ആരുമല്ല എന്ന് മുഖത്ത് നോക്കി പറയുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കങ്ങനെ കേൾക്കേണ്ടി വരാറില്ല. പക്ഷെ അനൂപ് അങ്ങനെയല്ല. അനൂപ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്ത് ആൾക്കാരുടെ അടുത്ത് നോ പറയുന്ന ഒരാളൊന്നുമല്ല, അങ്ങനെ ശീലിച്ചിട്ടുള്ള ആളുമല്ല. ഞാനത് കൊണ്ട് തഴമ്പിച്ച് ഞാൻ എന്നിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. അങ്ങനെയല്ല അനൂപയുടെ കേസിൽ. അപ്പോൾ പിന്നെ ചിലവർ ഓരോ അനുഭവങ്ങളിലും ഓരോ സിറ്റുവേഷനിലൂടെയാണ് അവർ സ്ട്രോങ് ആവുന്നത്. അപ്പം ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടറിൽ ഇരിക്കുന്ന നടിയുടെ ഒരു പെർഫോമൻസ് ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരുടെ ഒരു ക്യാരക്ടർ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. അവർ പൊതുവെ കോഡിലായിട്ട് പെരുമാറുന്ന ഒരു പോലീസുകാരെ, പക്ഷേ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ അവരുടെ കൺട്രോൾ വിട്ട് അവർ ചില കാര്യങ്ങൾ ഫ്രസ്ട്രേഷനും റോങ് ടൈമിങ് മൂലം സംഭവിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അടിപൊളി ബ്രില്യൻ്റ്ലി ഫിലിംഡ് ആൻഡ് കൺവേഡ് ത്രൂ എ മൂവി. ബ്രില്യൻ്റ്ലി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. അത്രയും തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, അത്രയും രസമായിട്ടുള്ള, എന്നാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നർമ്മത്തിലൂടെ ഇതൊക്കെ കാണിച്ചു തരുന്ന ഒരു സിനിമ. ഐ ലവ്ഡ് ഇറ്റ്. കിടിലം പടമാണ്. ഞാൻ
ഐ ജസ്റ്റ് ഹാഡ് ബിറ്റ് ഓഫ് എക്സ്പെക്ടേഷൻ, അത്രേ ഉള്ളൂ. കാരണം ഇത്രയും നല്ല ഒരു നടിയുണ്ട്, കുറേ നല്ല നല്ല മുഖങ്ങൾ ഇതിനകത്തുണ്ട്, ഇതിനകത്ത് കുറച്ച് ക്യാമിയോസ് ഉണ്ട്, ആരാണ് എന്താണെന്ന് പറയുന്നില്ല. ആ ഒരു ക്യാമിയോ പോലും വളരെ വളരെ സട്ടിലായിട്ടാണ് ഇതിനകത്ത് അന്ന സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്, ഒരു വലിയ സ്റ്റാർ കാസ്റ്റാണ്, ഒരുപാട് പേര് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരും ദേ ഹവ് ഡൺ ദർ ബെസ്റ്റ്. ആ ഇച്ചിരി മതി. നല്ല സ്ട്രോങ് ഡയലോഗ്സ്, നല്ല അടിപൊളി ആക്ടിങ്, നല്ല ഡയറക്ഷൻ, എല്ലാത്തിൻ്റെയും ക്വാളിറ്റി, ദ കോണ്ടന്റ് ക്വാളിറ്റി മെയ്ഡ് ദിസ് മൂവി കിടിലം ഇൻ മൈ ഒപ്പീനിയൻ. അതായത് ഗ്ലാമറസ് ആയിട്ടുള്ള നടി വേണ്ട, ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ആക്ടറോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്ലാമർ പരിവേശമോ മാസോ അതൊന്നുമില്ലാത്ത, അതൊന്നും ആവശ്യമില്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ റിയൽ ലൈഫ് എത്ര റിയലിസ്റ്റിക് ആയിട്ട് മാക്സിമം കാണിക്കാമോ അത്രയും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു നല്ല ചെറിയ ചിത്രം. അടിപൊളിയായിരുന്നു. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇത് ഇങ്ങനത്തെ സിനിമകളാണ് നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കേണ്ടത്. കാരണം അത്രയും എല്ലാം ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് മൂവി ഉണ്ട്. ചിരിപ്പിക്കാനുണ്ട്, ചിന്തിപ്പിക്കാനുണ്ട്, ഓർമ്മപ്പെടുത്തലുകളുണ്ട്, സൂചനയുണ്ട്, ഒരുപാട് പഠിപ്പിച്ച് തരുന്നുണ്ട് നമ്മളെ ആൾക്കാർ. അന്നാ സ്പൂൺ ഫെഡ് അല്ല, ഭയങ്കരമായിട്ട് സ്പൂൺ ഫീഡ് അല്ലെങ്കിൽ ഓവറായിട്ട് കുത്തി നിറച്ച് നമ്മളെ മറ്റേ അടിച്ചേൽപ്പിക്കുന്നുമില്ല. നമ്മളെ ചിന്തിപ്പിച്ച് നമ്മളെ കൊണ്ട് സ്വയം മാറാൻ അല്ലെങ്കിൽ സ്വയം ചിന്തിക്കാൻ കേൾപ്പുള്ള ഒരു ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. ഇതിൻ്റെ മേക്കേഴ്സിന് വലിയൊരു താങ്ക് യു. ഒരുപാട് ആളുകളുടെ വോയിസ് ആയിരുന്നു ഈ സിനിമ. ഒരുപാട് സ്ത്രീകളുടെ എന്താ ഒരു സൈഡ് പോയിന്റ് ഓഫ് വ്യൂ കാണിച്ചു തന്നിരിക്കുന്ന ഒരു സിനിമ. അത് ചിന്നു എന്നുള്ള ആക്ട്രസ് അത്രയും ഭംഗിയായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളി. വൺ ഓഫ് ദി ബെസ്റ്റ് ഫീമെയിൽ ആക്ട്രസ് പെർഫോമൻസ് ഐ ഹവ് സീൻ ദിസ് ഇയർ. ഇക്കൊല്ലം കുറേ ഉണ്ട്. ഉർവശി ചേച്ചിയും നമ്മുടെ പാർവതിയൊക്കെ ഉള്ളൊഴുക്കിൽ അങ്ങനെ കുറേ ദൂരം നല്ല നല്ല റോൾസാണ്. ഒരാളും കൂടി കോണ്ടൻറ്ററായിട്ട് ബ്രില്യൻലി ആക്റ്റഡ്. കിടിലം പടം. പിന്നെ നമ്മുടെ ദർശന പാരഡൈസിൽ അങ്ങനെ എന്താണ് എന്തോരം മലയാള സിനിമസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പോ അല്ല അങ്ങനെ ഒരു കുന്തം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സിനിമയാണ് തിയേറ്ററിൽ കിടന്ന് ഓടി പൈസ ഉണ്ടാക്കി ഇതുപോലെയുള്ള പുതിയ സിനിമകൾ ചെയ്യാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിനും സിനിമാക്കാർക്കും പ്രചോദനം ആവേണ്ടത്, സപ്പോർട്ട് കിട്ടേണ്ടത്. അങ്ങനെ എനിക്ക് തോന്നിപ്പോയി. ഇത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ സിനിമ ഉണ്ടാവരാണെങ്കിൽ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് പറയുക. പക്ഷെ ഇതൊരു യങ്സ്റ്റേഴ്സിന് പറ്റിയൊരു ടൈപ്പ് ഓഫ് മൂവി അല്ല. എന്ന് വെച്ചാൽ ഇതൊരു മാസ് മസാല പടമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയേ അല്ല. അപ്പോൾ യങ്സ്റ്റേഴ്സിന് ഈ പടം എത്രത്തോളം കണക്ട് ആവുമെന്ന് അറിയില്ല. പക്ഷെ ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സണ്, ഒരു സ്ത്രീക്ക് ഒരു റിലേഷൻഷിപ്പിലുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വിമന് ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ പടം. അടിപൊളി പടമാണ്. സൂപ്പർ. നമ്മുടെ മലയാള സിനിമയുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നായികാ സങ്കല്പങ്ങളൊക്കെ പൊളിച്ചടക്കിയ ഒരു പടം. അടിപൊളി. ലവ്ഡ് ഇറ്റ്. ഇന്ന് തന്നെ ബാഡ് ന്യൂസ് എന്നുള്ള സിനിമ, നമ്മുടെ തോബ ഡാൻസ് ഉള്ള സിനിമ കാണാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട്. കണ്ടിട്ട് അഭിപ്രായമായിട്ടേക്കാം. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം.